നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കണമോ? ഇതാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള ജില്ലകളിൽ എവിടെയെങ്കിലും മുസ്ലിം ലീഗിന് സീറ്റുകൾ നൽകണോ? സാധാരണ കൊല്ലം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് UDF നൽകാറുണ്ട്, കോൺഗ്രസ് നൽകാറുണ്ട്. ഇരവിപുരം പോലുള്ള മണ്ഡലത്തിലാണ് അങ്ങനെ ആ മണ്ഡലമാണ് ലീഗിന് നൽകാറുള്ളത്. കഴിഞ്ഞ തവണ പുനലൂർ പോലൊരു മണ്ഡലമാണ് നൽകിയത്. പൊതുവെ കോൺഗ്രസ് ജയിക്കാത്ത മണ്ഡലങ്ങളിലൊന്ന് പേരിന് ലീഗിന് നൽകുകയാണ് ചെയ്യുന്നത്. അതിലാർക്കും വലിയ തർക്കമൊന്നുമില്ലായിരുന്നു. കാരണം മുസ്ലിം ലീഗിന് തെക്കൻ പ്രദേശങ്ങളിൽ ഒരു സീറ്റ് കൊടുക്കുന്നതിൽ തർക്കമൊന്നുമില്ലായിരുന്നു ആർക്കും. മാത്രമല്ല തിരുവനന്തപുരം വെസ്റ്റ് പോലുള്ള മണ്ഡലങ്ങളിൽ 70കളിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിന്ന് ജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറി. തെക്കൻ പ്രദേശങ്ങളിൽ ഈ ഹൈന്ദവ ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ നിർണായകമായ മധ്യ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയാൽ അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അങ്ങനെ സീറ്റ് നൽകിയാൽ ക്രൈസ്തവ വോട്ടുകളും ഹിന്ദു വോട്ടുകളും കോൺഗ്രസിനും UDFനും എതിരെ തിരിയാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രചരണം ഈ മധ്യ തെക്കൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം വെസ്റ്റിലുമൊക്കെ ലീഗ് സ്ഥാനാർത്ഥികൾ നിന്ന് ജയിച്ചൊരു ചരിത്രമുണ്ട്. എന്നാൽ ആ കേരളമല്ലല്ലോ ഇപ്പോഴത്തെ കേരളം. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക്, എറണാകുളം കഴിഞ്ഞ് കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഏതിലെങ്കിലും മുസ്ലിം ലീഗിനൊരു സീറ്റ് നൽകിയാൽ അത് കോൺഗ്രസിന് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം എന്നുള്ളൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച കോൺഗ്രസ് നടക്കുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അറിയാം. ഒരുപക്ഷെ അവർ അതുകൊണ്ട് തന്നെ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യ തെക്കൻ കേരളത്തിൽ തങ്ങൾ ഒരു സീറ്റ് ആവശ്യപ്പെട്ടേക്കില്ല എന്നുള്ള സൂചനയും ലീഗ് നേതൃത്വത്തിലെ ഒരു വിഭാഗം നൽകുന്നുണ്ട്. എന്നാൽ മറുവിഭാഗം തങ്ങൾക്ക് സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് മട്ടാഞ്ചേരി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ കൊച്ചിയൊക്കെയാണ് ലീഗ് നേതാക്കൾ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ലീഗിന് പേരിനൊരു സീറ്റ് നൽകിയാൽ പോലും അത് വലിയ തോതിലുള്ള ഒരു കമ്മ്യൂണൽ ഇൻബാലൻസ് ഉണ്ടാക്കും, സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുമെന്നുള്ള ഭയമാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇത് അവർ ലീഗ് നേതൃത്വത്തോട് ഭംഗിയാന്തരമാണ് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇരവിപുരം പോലുള്ള മണ്ഡലം വീണ്ടും ലീഗിന് നൽകിയാലോ അല്ലെങ്കിൽ പുനലൂർ നൽകിയാലോ ഒക്കെ ആ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ളൊരു പ്രചരണം ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളും അപ്പുറത്ത് മുസ്ലിം വിഭാഗവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു ഐക്യതയില്ലായ്മ അവിടെ രൂപപ്പെടും. അത് കോൺഗ്രസ്സിന് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ളൊരു ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് പൊതുവേ ഉണ്ട്. എന്നാൽ ലീഗിന് എക്കാലവും തെക്കൻ ജില്ലകളിൽ ഒരു സീറ്റ് നൽകുന്നതാണ്, പേരിനെങ്കിലും ഒരു സീറ്റ് നൽകുന്നതാണ്. മുന്നണി മര്യാദയുടെ പേരിലാണ് ആ സീറ്റ് നൽകുന്നത്. അത് ലംഘിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിൽ ഇപ്പോൾ വരുന്നത്. മുന്നണി മര്യാദയുടെ പേരിൽ ലീഗിന് തെക്കൻ ജില്ലകളിൽ ഒരു സീറ്റ് നൽകുന്നത് അത് ഇനി വേണ്ടാവെന്ന് വയ്ക്കാമോ? ഒരു വർഗീയ പ്രചരണം നടക്കുമെന്ന് ഭയന്ന് അത് വേണ്ട എന്ന് വയ്ക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട്. പല നേതാക്കളും അത് ലീഗിന് അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവരും, എന്നാൽ ലീഗിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺഗ്രസിനെതിരെ വർഗീയ പ്രചരണം നടക്കും. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിക്കൊക്കെ സ്വാധീനമുള്ള മേഖലകളാണ് ഈ മധ്യ തെക്കൻ കേരളം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളിയൊക്കെ അപ്പോൾ തന്നെ മുസ്ലിം വിരുദ്ധമായി രംഗത്തിറങ്ങും. അപ്പോൾ നമ്മൾ ഈ പണി ചോദിച്ചു മേടിക്കണോ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ മറുപടി പറയുന്നത്. അതുകൊണ്ട് കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഇനി ലീഗിന് സീറ്റ് നൽകേണ്ട എന്നുള്ളൊരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടെങ്കിലും അത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഔദ്യോഗികമായി അറിയിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഭയമാണ്. കാരണം ഈ വടക്കൻ ജില്ലകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ സഹായം വേണം. മലപ്പുറത്തായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ സഹായം വേണം. അപ്പോൾ തെക്കോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കാൻ ലീഗ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ, എന്നാൽ വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ട എന്ന് ലീഗ് തീരുമാനിച്ചാൽ പിന്നെ ഇടപാട് തീർന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു ചിന്താക്കുഴപ്പത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെന്ന് പെട്ടിരിക്കുന്നത്. ഏതായാലും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ എവിടെയെങ്കിലും ലീഗിന് പഴയതുപോലെ പേരിനെങ്കിലും ഒരു സീറ്റ് നൽകണോ എന്നുള്ള കാര്യത്തിൽ വലിയ തലപുകഞ്ഞുള്ള ആലോചനയിലാണ് കോൺഗ്രസ് നേതൃത്വം. കാര്യത്തിൽ തർക്കമില്ല.